Carlisle, the cathedral city in ceremonial county of Cumbria in England. സ്കോട്ട്ലൻഡിൻ്റെ അതിർത്തിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇംഗ്ലണ്ടിലെ കംബ്രിയയിലെ ഒരു നഗരമാണ് കാർലൈൽ. ലേക്ക് ഡിസ്ട്രിക്റ്റിലേക്കുള്ള കവാടം പോലെയാണ് കാർലൈൽ. ഈ നഗരത്തിൽ സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് കാർലൈൽ കത്തീഡ്രലും കാർലൈൽ കാസിലുമാണ്. ഏകദേശം 900 വർഷമായി ഈ കാസിൽ നഗരത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ആധിപത്യം പുലർത്തുന്നു. കാർലൈൽ കത്തീഡ്രലിനാകട്ടെ ദീർഘവും പ്രക്ഷുബ്ധവുമായ ഒരു ചരിത്രമുണ്ട്. 1122 നോർമൻ പ്രയറി പള്ളിയായി ഇത് ജീവിതം ആരംഭിച്ചു. 1133 ഒരു കത്തീഡ്രലായി മാറി. ആലങ്കാരികമായ കല്ല്, കൊത്തുപണികൾ, വോങ്കി നോർമൻ കമാനങ്ങൾ, ഒരു കൂട്ടം മധ്യകാല ഗായകസംഘ സ്റ്റോളുകൾ, ഇംഗ്ലണ്ടിലെ ഒഴുകുന്ന അലങ്കരിച്ച ഗോത്തിക് ശൈലിയിലുള്ള ഏറ്റവും വലിയ ജാലകം എന്നിവ ശ്രദ്ധേയമായ സവിശേഷതകൾ ആണ്. ഈ അൾത്താരയ്ക്ക് പിന്നിലുള്ള ഈസ്റ്റ് വിൻഡോ, അതായത് കിഴക്കൻ ജാലകം, ഏറെ ശ്രദ്ധയാർജിക്കുന്നതാണ്. 1292 ഒരു തീപിടുത്തത്തിൽ ഈ ദേവാലയത്തിൻ്റെ കുറേ അധികം ഭാഗങ്ങൾ കത്തിനശിച്ചിരുന്നു. വീണ്ടും 1350 പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായാണ് ഇത് സ്ഥാപിച്ചത്. 50 അടിയിലധികം ഉയരമുള്ള ഈ സ്റ്റെയിൻഡ് ഗ്ലാസിൽ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം താഴത്തെ ഭാഗത്തും ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിലെ ന്യായവിധി മുകൾ ഭാഗത്തും ചിത്രീകരിച്ചിരിക്കുന്നു. ചെങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഈ കത്തീഡ്രൽ കാലപ്പഴക്കത്തിൽ കറുത്തുപോയിരിക്കുന്നതായി നമുക്ക് കാണാം. അൾത്താരയ്ക്ക് അഭിമുഖമായി വലിയ ഓർഗനുകൾ നമ്മൾക്ക് കാണാം. 32 അടി വരെ നീളമുള്ള വലിയ പൈപ്പുകൾ കൊണ്ട് നിർമ്മിച്ച ഈ ഓർഗനുകൾ 1571 ആദ്യമായി സ്ഥാപിച്ചത്. കത്തീഡ്രലിൽ കയറുമ്പോൾ തന്നെ നീലയും സ്വർണ്ണ നിറത്തിലുമുള്ള ഈ സീലിംഗ് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കും. ഈ സീലിംഗിന് ഉപയോഗിച്ചിരിക്കുന്ന തടികൾക്ക് 1400 വർഷം പഴക്കമുണ്ട്. വിശദമായ ഈ രൂപകൽപ്പനയും നിറങ്ങളും 1800 ജീവിച്ചിരുന്ന ഓവൻ ജോൺസിൻ്റെതാണ്. കാർലൈൽ കത്തീഡ്രലിൽ നിരവധി പുരാവസ്തു ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നോർമൻ കത്തീഡ്രലിൻ്റെ ഒരു ഭാഗം നിലവിലുള്ള തറയിൽ കണ്ടെത്തിയതോടെയാണ് ആദ്യത്തെ പ്രധാന പ്രവൃത്തികൾ ആരംഭിച്ചത്. 20ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ കത്തീഡ്രലിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ഒരു വലിയ ഖനനം നടത്തി. പിന്നീട് ഈ പ്രദേശം നിലവിലെ ട്രഷറിക്ക് വേണ്ടി മാറ്റി. 1988 ഖനനത്തിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കൾ ഇന്നും കത്തീഡ്രൽ ട്രഷറിയിൽ സ്ഥിരമായി പ്രദർശിപ്പിക്കുന്നുണ്ട്. വിറ്റ്ബീജറ്റിൽ നിന്ന് നിർമ്മിച്ച 13ാം നൂറ്റാണ്ടിലെ കാർലൈൽ ക്രൂസിഫിക്സ്, കത്തീഡ്രലിൽ മുമ്പ് ഉപയോഗിച്ചിരുന്ന പുരാവസ്തുക്കളും നാണയങ്ങളും ഈ ഹൈലൈറ്റുകളിൽ ഉൾപ്പെടുന്നു. ഞങ്ങളുടെ സ്കോട്ട്ലൻഡിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ കാർലൈൽ കത്തീഡ്രലും കാർലൈൽ കാസിലും കാണുവാനിടയായത്. അപ്പം നിങ്ങളും പ്ലാൻ ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ പുതിയ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.